നമസ്കാരം. ലോകത്തെ മുഴുവൻ യുദ്ധഭീതിയിലാഴ്ത്തിയ മിഡിൽ ഈസ്റ്റ് പ്രതിസന്ധിക്ക് വൻ വഴിത്തിരിവായി അമേരിക്കയും ഇറാനും തമ്മിൽ ചരിത്രപരമായ സമാധാന കരാറിലേക്കെന്ന ടൈംസ് ഓഫ് ഇസ്രയേലിന്റെ റിപ്പോർട്ട്. ഇറാന്റെ പക്കലുള്ള അതിമാരകമായ സമ്പുഷ്ടീകരിച്ച യുറേനിയം ശേഖരം മുഴുവൻ അമേരിക്കയുടെ മേൽനോട്ടത്തിൽ നശിപ്പിക്കാനും തുടർന്ന് രാജ്യം കടത്താനും വ്യവസ്ഥ ചെയ്യുന്ന നിർണായക ധാരണാപത്രമാണ് അണിയറയിൽ ഒരുങ്ങുന്നതെന്നാണ് ടൈംസ് ഓഫ് ഇസ്രയേൽ റിപ്പോർട്ട് ചെയ്യുന്നത്. വരും ദിവസങ്ങൾ തന്നെ കരാറിൽ ഇരു രാജ്യങ്ങളും ഒപ്പുവെക്കുമെന്നാണ് US ഉന്നത ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ചുള്ള റിപ്പോർട്ടുകൾ പറയുന്നത്. കരാർ യാഥാർത്ഥ്യമാകാൻ 80 മുതൽ 85% വരെ ഉറപ്പുണ്ടെന്ന് അമേരിക്കൻ വക്താക്കൾ വ്യക്തമാക്കുന്നു. സമാധാന കരാറിന്റെ അന്തിമ രൂപരേഖ തയ്യാറായതായി മധ്യസ്ഥ ചർച്ചകൾക്ക് നേതൃത്വം നൽകിയ പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫും സ്ഥിരീകരിച്ചിട്ടുണ്ട്. സ്വിറ്റ്സർലൻഡാണ് ഈ ചരിത്ര കരാറിന്റെ ഒപ്പിടൽ ചടങ്ങിന് ആതിഥേയത്വം വഹിക്കാൻ സന്നദ്ധത പ്രകടിപ്പിച്ചിരിക്കുന്നത്. അതേസമയം ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെ പൂർണ്ണമായും ഞെട്ടിച്ചുകൊണ്ടാണ് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഈ നീക്കം നടത്തിയത്. ഇറാനെതിരെ നടത്താനിരുന്ന വ്യോമാക്രമണങ്ങൾ പെട്ടെന്ന് റദ്ദാക്കിയ ട്രംപ് നെതന്യാഹുവിനെ ഫോണിൽ വിളിച്ച് ഇത് മികച്ചൊരു കരാറാണെന്നും യുദ്ധം അവസാനിപ്പിക്കാൻ സമയമായെന്നും കർശനമായി അറിയിക്കുകയായിരുന്നു. ട്രംപിന്റെ പെട്ടെന്നുള്ള ഈ പ്രഖ്യാപനത്തിന് മുന്നിൽ നെതന്യാഹുവിന് മറുപടിയൊന്നും ഉണ്ടായിരുന്നില്ല എന്നാണ് സൂചന. കരാറുമായി മുന്നോട്ടു പോകാൻ തന്നെയാണ് ട്രംപിന്റെ തീരുമാനം. ഇസ്രയേലും ഹിസ്ബുള്ളയും തമ്മിൽ കടുത്ത യുദ്ധം നടക്കുന്ന ലെബനൻ ഉൾപ്പെടെയുള്ള മേഖലകളെ ഈ സമാധാന കരാറിന്റെ പരിധിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഹോർമോസ് കടലിടുക്കിൽ ഇറാന്റെ സ്വാധീനം കുറഞ്ഞതാണ് അവരെ ഈ ചർച്ചകളിലേക്ക് എത്തിച്ചത് എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത്. കരാർ ഒപ്പിട്ടാലുടൻ ഇറാന് മേലുള്ള ഉപരോധങ്ങൾ നീക്കുമെന്ന വ്യാജ വാർത്തകൾ പ്രചരിച്ചതിൽ ട്രംപ് കടുത്ത അമർഷം രേഖപ്പെടുത്തിയിരുന്നു. ഇറാൻ തങ്ങളുടെ ആണവ വാഗ്ദാനങ്ങൾ പൂർണ്ണമായി നടപ്പിലാക്കിയാൽ മാത്രമേ അവർക്ക് ഉപരോധങ്ങളിൽ ഇളവ് നൽകുള്ളൂ എന്നും അമേരിക്ക വ്യക്തമാക്കിയിരുന്നു. അമേരിക്കൻ താൽപ്പര്യങ്ങൾ പൂർണ്ണമായി സംരക്ഷിക്കുന്ന 5 പ്രധാന ലക്ഷ്യങ്ങളാണ് ഈ കരാറിലൂടെ ലക്ഷ്യമിടുന്നത്. ഇറാനിയൻ തുറമുഖങ്ങൾക്ക് മേലുള്ള US ഉപരോധം പിൻവലിക്കുന്നതിനൊപ്പം ഹോർമൂസ് കടലിടുക്ക് വീണ്ടും തുറക്കുക എന്നതാണ് ആദ്യപടി. ഇറാന്റെ ആണവ പദ്ധതികൾ പൂർണ്ണമായി നിർത്തലാക്കുക എന്നതാണ് രണ്ടാമത്തെയും പ്രധാനപ്പെട്ടതുമായ ലക്ഷ്യം. അതിനായി 60 ദിവസത്തെ താൽക്കാലിക വെടിനിർത്തൽ പ്രഖ്യാപിക്കുകയും ഈ കാലയളവിൽ ആണവ പദ്ധതികളെക്കുറിച്ച് സാങ്കേതിക ചർച്ചകൾ നടത്തുകയും ചെയ്യും. മൂന്നാമതായി ഇറാന്റെ പക്കലുള്ള സമ്പുഷ്ടീകരിച്ച ആണവ സാമഗ്രികൾ സൈറ്റിൽ വെച്ച് തന്നെ നശിപ്പിക്കുകയും പിന്നീട് അത് രാജ്യത്തിന് പുറത്തേക്ക് കൊണ്ടുപോവുകയും ചെയ്യും. നാലാമതായി മിഡിൽ ഈസ്റ്റിൽ ദീർഘകാല സമാധാനം ഉറപ്പാക്കുക എന്നതാണ്. ഇറാൻ മറ്റു രാജ്യങ്ങളിലെ തീവ്രവാദ ഗ്രൂപ്പുകൾക്ക് പണം നൽകുന്നത് അവസാനിപ്പിക്കണമെന്നും അതേസമയം ഇറാന്റെ പരമാധികാരത്തെ മറ്റുള്ളവർ ബഹുമാനിക്കണമെന്നും ഇതിൽ വ്യവസ്ഥ ചെയ്യുന്നുണ്ട്. അഞ്ചാമതായി ദീർഘകാല അടിസ്ഥാനത്തിൽ ഇത് നടപ്പിലാക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കാൻ ശക്തമായ പരിശോധനാ സംവിധാനം കൊണ്ടുവരിക എന്നതാണ് അമേരിക്കയുടെ ലക്ഷ്യം. എന്നിരുന്നാലും ഈ കരാർ ഒപ്പിട്ടാലും ഇസ്രായേലിന്റെ സ്വയം രക്ഷയ്ക്കുള്ള അവകാശം നിലനിൽക്കുമെന്ന് അമേരിക്കൻ ഭരണകൂടം ഉറപ്പ് നൽകുന്നുണ്ട്. ഇറാനോ അവരുടെ പ്രോക്സി ഗ്രൂപ്പായ ഹിസ്ബുള്ളയോ ഇസ്രായേലിന് നേരെ വീണ്ടും റോക്കറ്റ് ആക്രമണം നടത്തിയാൽ ഇസ്രായേലിന് ശക്തമായി തിരിച്ചടിക്കാൻ പൂർണ്ണ സ്വാതന്ത്ര്യമുണ്ടാകും. ഇറാൻ സമാധാനത്തിന്റെ പാത സ്വീകരിച്ചാൽ അവർക്ക് അതിന്റെ ഗുണങ്ങൾ ലഭിക്കുമെന്നും അല്ലാത്ത പക്ഷം ഒരു ആനുകൂല്യവും ലഭിക്കില്ലെന്നും അമേരിക്ക താക്കീത് നൽകുന്നു. ഇറാന്റെ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാഖ്ചിയും കരാർ ഉടൻ ഒപ്പിട്ടേക്കുമെന്ന സൂചന ആദ്യഘട്ടത്തിൽ നൽകിയിരുന്നു. എന്നാൽ ഞായറാഴ്ചത്തേക്ക് കരാർ ഒപ്പിടില്ല എന്ന രീതിയിലാണ് ഇറാൻ ഇപ്പോൾ നൽകുന്ന പ്രതികരണങ്ങൾ.